കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, പൊരുത്തം നോക്കിയിട്ടും വിവാഹ ജീവിതത്തിൽ എന്തുകൊണ്ട് പൊരുത്തക്കേടുകൾ വരുന്നു. ഇതാണ് വിഷയം. പൊരുത്തം നോക്കി വിവാഹം നടത്തിയിട്ടും ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ പലപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. കാരണം പൊരുത്തങ്ങളെല്ലാം ഒത്തുവരികയും മറ്റു കാര്യങ്ങളെല്ലാം ഒത്തുവരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പൊരുത്തക്കേടുകൾ ഭാര്യാഭർത്താക്കന്മാരിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് അല്പം ചിന്തിക്കാം. നമ്മളുടെയൊക്കെ കുടുംബത്തിൽ, അതായത് ഒരു സാധാരണക്കാരൻ്റെതായ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സാധാരണ എന്ന് പറയണ്ട, ചിലപ്പോൾ കാശുള്ളവരുടെ ആണെങ്കിലും സമ്പന്നന്മാരുടെ ആണെങ്കിലും ഒക്കെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വരുമ്പോൾ എന്താ ചെയ്യണത്? സാധാരണ ആണുങ്ങളാണെങ്കിൽ ഭാര്യമാരോട് പറയും, നീ ഇത് ഈ ഗ്രഹനില കൊണ്ടുപോയി എന്ന് ഈ അമ്പലത്തിലെ ശാന്തിനോട് ഒന്ന് ചോദിക്ക്, ചേരുമെന്ന് നോക്കി, എൻ്റെ പൊരുത്തം നോക്കിയിട്ട് ഒന്ന് പറയാം എന്ന് പറയും. അപ്പം സ്ത്രീകളാണെങ്കിൽ അമ്പലത്തിലെ ശാന്തിമാരെ ദേവന് തുല്യം കണക്കാക്കുന്നവരാണ്. അവർക്ക് ശാന്തിമാർ പറഞ്ഞാൽ പിന്നെ ഇനി വേറെ അതിൻ്റെ അകത്ത് ഒരു സുപ്രീം കോടതി ഇല്ല. അത് അവരപ്പം തന്നെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. ഞാൻ ശാന്തിമാരെ കുറ്റം പറയുന്നതായിട്ട് ഒരു ശാന്തിമാരും കരുതരുത്. കാരണം ചില ശാന്തിമാർ ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് പറയാൻ പോകുന്നത്. അപ്പം ഈ സ്ത്രീകൾ ഈ ശാന്തിമാരുടെ അടുത്ത് ഈ ഗ്രഹനില നോക്കാൻ കൊണ്ട് ചെല്ലും. അപ്പം ശാന്തി എന്താ ചെയ്യണത്? ശാന്തി പറഞ്ഞാൽ ഇവർക്ക് പൂർണ്ണ വിശ്വാസമായി. അപ്പം ശാന്തി വേഗം മേടിച്ചിട്ട് അത് പൊരുത്തം നോക്കും. ചേച്ചി അല്ലെങ്കിൽ ചേടത്തി 10ൽ 8 പൊരുത്തമുണ്ട്, അല്ലെങ്കിൽ 10ൽ 7 പൊരുത്തമുണ്ട്, അല്ലെങ്കിൽ 6 പൊരുത്തമുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് ചേരും, എടുക്കാമെന്ന് പറയും. ഇനി അതല്ല, ഇനി ചേരനില്ല എന്നവൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില സ്ത്രീകൾ പറയും, ശാന്തി ഒന്ന് ശരിക്കും മര്യാദക്കൊന്ന് നോക്ക്, വളരെ നല്ല കാര്യമാണ് വന്നിരിക്കുന്നത്, ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ചേർപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർപ്പിക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറയും. അപ്പം ഞാൻ നോക്കട്ടെ ചേട്ടത്തി, ഞാനത് ചേർപ്പിക്കാൻ പറ്റുമെന്നൊന്നും കൂടി ഒന്ന് നോക്കാമെന്ന് പറയും. അപ്പം ചേട്ടത്തിയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ആ വന്ന സ്ത്രീയുടെ താല്പര്യപ്രകാരം ആ ശാന്തിക്കാരൻ പറയുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നമുക്ക് അതിന് പരിഹാരങ്ങൾ ചെയ്താൽ മതി, ആ വിവാഹം നടത്താമെന്ന് പറയും. ഇല്ലേ? ഈ പൊരുത്തം നോക്കാനായിട്ട് ഇന്നിപ്പോൾ ശാന്തിക്കാരുടെ അടുത്ത് പോകേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും പഞ്ചാംഗം, ഇനി പഞ്ചാംഗം വാങ്ങാൻ ഇല്ലെങ്കിൽ തന്നെ തൊട്ടടുക്കത്ത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട്ടിലുണ്ടാവും. പഞ്ചാംഗം നോക്കിയാൽ അതിൻ്റെ അകത്ത് പൊരുത്തം ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ പൊരുത്തങ്ങൾ ഇത്ര പൊരുത്തം ഉണ്ടാവുന്നു നോക്കിയാൽ നാളെ നോക്കി പറയാം. അപ്പം അത് ശാന്തിക്കാരൻ തന്നെ വേണമെന്നില്ല. പക്ഷേ ശാന്തിക്കാരൻ പറഞ്ഞാൽ ഒരു വീട്ടമ്മക്ക് വളരെ അവർ വളരെ കാര്യമായിട്ട് ശാന്തിക്കാരനെ ഇഷ്ടപ്പെടുന്നവരാണ്. ശാന്തി പറഞ്ഞാൽ അതിന് പിന്നെ മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ശാന്തി പറയുന്നത് പോലെയുള്ള പൊരുത്തമല്ല വിഷയം. ശാന്തി പറയുന്നത് പോലെയുള്ള പൊരുത്തമല്ല വിഷയം. അപ്പൊ 10ൽ 10 പൊരുത്തം ഉണ്ടായിട്ടും വിവാഹത്തിൽ പരാജയം സംഭവിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ചില ആൾക്കാർ ചോദിക്കും, അതായത് ഈ പൊരുത്ത വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് മുസ്ലിം മതസ്ഥരും ക്രിസ്ത്യൻ മതസ്ഥരും പൊരുത്തം നോക്കിയാണോ വിവാഹം നടത്തുന്നത്? ചോദ്യം ന്യായമാണ്, ശരിയല്ലേ? അവരിതൊന്നും നോക്കുന്നില്ല. നമ്മൾ ഹിന്ദുക്കളാണ് ഈ പൊരുത്തം നോക്കി പൊരുത്തത്തിൻ്റെ പോകുന്നത്. അപ്പൊ പൊരുത്തം നോക്കിയിട്ടും ഇവിടെ പരാജയം വരുന്നു. അപ്പൊ പൊരുത്തം നോക്കാത്ത മതസ്ഥരുടെ അടുത്തും ഇതേപോലെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള കുടുംബങ്ങളിലും ഇതുപോലെ തന്നെ ദാമ്പത്യ പരാജയങ്ങൾ വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ
അല്ലെങ്കിൽ അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെയും വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? അപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മറ്റവർക്കും ഈ പൊരുത്തം നോക്കാത്തവർക്കും വരുന്നുണ്ട്, പൊരുത്തം നോക്കിയവർക്കും വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ പിന്നിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരുത്തമല്ല മെയിൻ പ്രശ്നം. പൊരുത്തമല്ല. പൊരുത്തം അല്പം കുറഞ്ഞു പോയാലും വേറെ ചില കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊത്തു വന്നാൽ പിന്നെ പൊരുത്തം കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്താണ്? നമ്മൾ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഗ്രഹനില തമ്മിൽ, ജാതകം തമ്മിൽ കൂട്ടി ചേർപ്പിക്കുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു വിഷയം, ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സർവേശ്വരൻ ആയുസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവരുടെ ആയുസ് ചിന്തിക്കണം. ഇത് ഏതെങ്കിലും ശാന്തിമാര് നോക്കാറുണ്ടോ? ഇല്ലേ? മറ്റൊന്ന് ആയുസ്. രണ്ടാമത്, ഈ ചേർപ്പിക്കാൻ പോകുന്ന ഗ്രഹനിലയിലെ ആണിൻ്റെയും പെണ്ണിൻ്റെയും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവർ തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടോ? ഇത് ഏത് ശാന്തിക്കാണ് മനപ്പൊരുത്തം ചിന്തിക്കാനുള്ള കഴിവുള്ളത്? മറ്റൊന്ന് ചൊവ്വാദോഷം, അതായത് ഗ്രഹനിലയിലുള്ള ചൊവ്വാദോഷം. ചൊവ്വ ഒരു സ്ത്രീക്ക് ചൊവ്വ ദോഷം ഉണ്ടെങ്കിൽ പുരുഷന് ചൊവ്വാദോഷം ഉണ്ടാകുന്നവരില്ല, അല്ലെങ്കിൽ പുരുഷന് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ചൊവ്വാദോഷം ഉണ്ടാകുന്നവരില്ല. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ കാര്യങ്ങൾ ഉണ്ടായാലല്ലേ അത് ശുഭമാകുള്ളൂ. അപ്പൊ ചൊവ്വ ദോഷം നോക്കണം ഇല്ലേ? അത് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമതായിട്ട് നോക്കണ്ടേ, ഇവർക്ക് ദശാസന്ധി ദോഷം വരുന്നുണ്ടാന്ന് നോക്കണം. അതായത് ഇവരുടെ ദാമ്പത്യ കാലത്ത്, വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങുമ്പോൾ ഇവർക്ക് ദശാസന്ധി ദോഷം വന്നാൽ തീർച്ചയായിട്ടും 6 മാസം കഴിഞ്ഞാൽ, ആ ദശാകാലത്ത് 6 മാസം കഴിഞ്ഞ് ദശാദോഷം വരെയാണെങ്കിൽ തൊടുങ്ങാടി. കാരണം ദശാസന്ധി ദോഷം വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ കീരും പാമ്പും പോലെയാവും. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ വിവാഹത്തിന് മുമ്പ് ദശാസന്ധി ദോഷം വന്ന് രണ്ടുപേർക്കും പോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് കൂട്ടിച്ചേർക്കാം. അതല്ലെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം, ഇവരുടെ വാർദ്ധക്യകാലത്താണ്, വയസ്സിനും വയസ്സിയാവുമ്പോഴാണ് ഇവർക്ക് ദശാസന്ധി ദോഷം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകങ്ങൾ ചേർപ്പിക്കാം. അപ്പൊ വയസ്സുകാലത്തല്ലേ, ഈ വയസ്സിനും വയസ്സിയൊക്കെ 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ദശാസന്ധി ദോഷം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നോക്കണം. അത് ശാന്തിക്കാരന് നോക്കാൻ അറിയാമോ? മറ്റൊന്ന് പാപസാമ്യം. ഈ 2 ജാതകങ്ങളിലും പാപഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പാപഗ്രഹങ്ങളുടെ മൊത്തത്തിലുള്ള പാപത്വം എത്രയെന്ന് കണക്കൂട്ടിയിട്ട് സ്ത്രീക്ക് എത്ര പാപത്വമുണ്ട്, പുരുഷന് എത്ര പാപത്വമുണ്ട്, ഇത് കണക്കൂട്ടി നോക്കണം. അപ്പൊ പുരുഷന് സ്ത്രീനേക്കാളും ഒരല്പം പാപത്വം കൂടി നിന്ന് വെച്ച് കുഴപ്പമില്ല. ഗ്രഹനില ചേർപ്പിക്കുമ്പോൾ സ്ത്രീയെക്കാളും പുരുഷന് അല്പം പാപത്വം കൂടാം. പക്ഷെ സ്ത്രീക്ക് കൂടരുത്. സ്ത്രീക്ക് കൂടിയാൽ ആ ജാതകങ്ങൾ ചേർപ്പിക്കാൻ പാടില്ല. പുരുഷന് അല്പം കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ ഈ ശാന്തിമാര് അന്നേരം നോക്കുവോ? ഈ ചേട്ടത്തി ഗ്രഹനിലയായിട്ട് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ പെണ്ണിന്റെ അമ്മയെ അല്ലെങ്കിൽ ചെക്കൻ്റെ അമ്മയെ ഈ ആയിട്ട് തൊട്ടടുത്ത അവര് സ്വന്തം കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേശദേവതാ ക്ഷേത്രത്തിലോ ചെല്ലുമ്പോൾ ഈ ശാന്തി ഇത് നോക്കാറുണ്ടോ? ചിലപ്പോൾ നോക്കുന്ന ശാന്തിമാരുണ്ടാവും കേട്ടോ. ഞാൻ എല്ലാ ശാന്തിമാരെ മടിച്ച് കുറ്റം പറയുന്നില്ല. പക്ഷേ ചില ലൊട്ടിലൊടുക്ക് ശാന്തിമാരുടെ അടുത്ത് കൊണ്ടു ചെന്നാൽ ഞാൻ ഈ പറഞ്ഞ 5 വിഷയം ഏത് ശാന്തി നോക്കും? അവിടെയാണ് പ്രശ്നം. അത് നോക്കാത്തടത്തോളം കാലം ഈ 10ൽ 10 പൊരുത്തം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് ഈ മറ്റു മതസ്ഥർക്കും, അതായത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും. അവിടെ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഇല്ലാണ്ട് വരുമ്പോഴാണ് അവിടെ മടി നടക്കുന്നത്, ദാമ്പത്യം പരാജയത്തിൽ ചെന്ന് വീണ് ഇല്ലേ?
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ മനപ്പൊരുത്തവും ആയുസ്സും ദശാസന്ധി ദോഷവും ചൊവ്വാദോഷവും പാപസാമ്യവും ഒക്കെ കൃത്യമായി വരുന്ന ഒരു ഗ്രഹനിലകളുള്ള ജാതകങ്ങൾ കൂട്ടിച്ചേർപ്പിച്ചാൽ അവിടെ പൊരുത്തം അല്പം കുറവാണെങ്കിലും ആ ദാമ്പത്യ ജീവിതത്തിന് ഒടയ തമ്പുരാൻ ആയുസ് കൊടുക്കും. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കരടും വരില്ല. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ നമ്മളുടെ അതായത് ഈ ജാതകം നോക്കുന്ന കുടുംബക്കാര്, ഈ പൊരുത്തം നോക്കുന്ന കുടുംബക്കാര് ഇതൊന്നും നോക്കാറില്ല എന്നതാണ് വസ്തുത. അവർ പൊരുത്തം മാത്രം നോക്കും. അപ്പൊ പൊരുത്തം മാത്രം നോക്കിയാൽ ആ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇതാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്. ഞാനിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.